നമ്മൾ നേരത്തെ കണ്ടതല്ലേ. അപ്പോൾ ഓൾ വെൽ, നന്നായിരിക്കണ്ടോ? താങ്കൾ വോട്ട് ഉണ്ടാവുമല്ലോ ഇത്തവണ? ഞങ്ങൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾ ഒന്ന് മാതൃഭൂമിക്ക് വേണ്ടി താങ്കൾ മൈക്കുണ്ടല്ലോ, പറയും എന്താ ചോദ്യം? കഴിഞ്ഞ 15 വർഷമായിട്ട് താങ്കൾ ചെയ്ത നേട്ടങ്ങളെ കുറിച്ച് ലഘുവായിട്ടൊന്ന്. ചുരുങ്ങിയ വാക്കിൽ പറയാൻ 66 പേജിന് റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖ നാഷണൽ ഹൈവേ ബൈപ്പാസ് 40 വർഷമായിരുന്നു കല്ലിട്ട ശേഷം ഒന്നും ഒഴുകാത്തത്. എല്ലാ തടസ്സങ്ങളും മാറ്റിയിട്ട് അതിനെ നമ്മളുടെ UPA ഭരണ സമയത്തിൽ യാഥാർത്ഥ്യമാക്കിയതിനും ശ്രീ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് അദ്ദേഹത്തിന് കൈകൊണ്ട് ആദ്യത്തെ ചെക്കുകൾ കൈമാറി ഈ പദ്ധതി ആരംഭിച്ചതും അത് കഴിഞ്ഞിട്ട് BJP ഭരണ സമയത്ത് അതിനെ പൂർത്തിയാക്കാൻ എല്ലാ സ്റ്റെപ്പിലും ഞാൻ പങ്കെടുത്തിട്ടാണ്. പിന്നെ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് 11 കേന്ദ്ര സ്ഥാപനത്തെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. അതും ഇപ്പോൾ അതിന് ഗുണം ജനങ്ങൾക്ക് അറിയേണ്ട സൗകര്യങ്ങളൊക്കെ തിരുവനന്തപുരത്താണ്. ഇതെല്ലാം ഞാൻ പറയുന്നത് വെറും ഉദാഹരണങ്ങളാണ്. ഡീറ്റെയിൽ വായിക്കുന്നത് 66 പേജ് താങ്കൾക്ക് വായിക്കേണ്ടി വരും. ഇനി ഭാവിയിൽ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ആവശ്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഞാൻ സംസാരിക്കാനും വാദിക്കാനും ഉണ്ടാവും. ഇതിന് പല സ്വപ്നങ്ങൾ നമുക്കുണ്ട്. ഒരു എയിംസ് വരണം കേരളത്തിൽ. പിന്നെ ഭാവിയിൽ വരാൻ പോകുന്ന ചില പദ്ധതികൾ അവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നല്ലോണം ചർച്ച ചെയ്ത് ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് മാത്രമേ. ഈ കോസ്റ്റൽ ഹൈവേ ഉദാഹരണമാണ്. പലർക്കും നല്ല സംശയമുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നോക്കി മനസ്സിലാക്കി ചെയ്യണം. മെട്രോ റെയിൽ, അത് ലൈറ്റ് മെട്രോ ആയാലോ അണ്ടർഗ്രൗണ്ട് മെട്രോ ആയാലോ അത് നമ്മൾക്കറിയില്ല. പക്ഷേ ഇത് ജനങ്ങളെ കൺസൾട്ട് ചെയ്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ മത്സരം കേന്ദ്ര സർക്കാരിനെ മാറ്റാനാണ്. നമ്മളുടെ ആവശ്യങ്ങൾ പല കാര്യങ്ങളും സംസ്ഥാന സർക്കാരിന് മാറ്റിയാൽ മാത്രമേ ആവുള്ളൂ. ട്രിവാൻഡ്രം സിറ്റി മെട്രോ സിറ്റിയായിട്ട് കൂടുതൽ വരാൻ താങ്കളുടെ ഒരു ബാഴ്സലോണ സിറ്റി പോലെ അതിൻ്റെയും കഥ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പോയി, എൻ്റെ വാക്ക് ഞാൻ പാലിച്ചു. ഞാൻ ബാഴ്സലോണയിൽ പോയി മേയറെ കണ്ടു, നഗരസഭയെ കണ്ടു. ആ നഗരസഭയിലത്തെ അവർ റെസൊല്യൂഷൻ പാസ്സാക്കി. അവർക്ക് തിരുവനന്തപുരം എന്താണ് എവിടെയൊന്നും അറിയാത്ത ആൾക്കാരായിരുന്നു, പക്ഷെ പാസ്സാക്കി. അതിനെ ഞാൻ വലിയൊരു വിജയമായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് നമ്മുടെ തിരുവനന്തപുരം മേയറിന് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ റെസൊല്യൂഷനെ ഇവിടെ സ്വീകരിക്കാൻ മാത്രമേ ആവശ്യമുള്ളൂ. അതോടെ കഥ കഴിഞ്ഞ് നമുക്ക് ബാഴ്സലോണ വരും. ഈ സങ്കുചിത രാഷ്ട്രീയ താല്പര്യം ഈ ലെഫ്റ്റുകാരുടെ, ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ വിഷയത്തിന് നഗരസഭയിൽ ചർച്ച ചെയ്യാൻ കൂടി സമ്മതിച്ചില്ല. കോൺഗ്രസ്സുകാരൻ കൊണ്ടുവന്ന പദ്ധതി വേണ്ട നമുക്കെന്നാണ്. അത് കഴിഞ്ഞിട്ട് അവരെന്നെ ഇപ്പോൾ പറഞ്ഞ് നടക്കണം ബാഴ്സലോണയ്ക്ക് എന്ത് പറ്റിയെന്ന് അവർക്ക് അറിയാത്ത പോലെ. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ നിന്നും കൃഷി എന്താണ് താങ്കളുടെ കഴുത്തിൽ ഇരിക്കുന്നതെന്ന് അറിയാൻ ഇവിടെ ഒരു കൗതുകം. ഇതൊരു എയർ പ്യൂരിഫയറാണ്. അത് കൂടുതൽ ഡൽഹിയിലാണ് ആവശ്യം, വെടിങ്കാട്ട്. ഇത് നമ്മളുടെ പിന്നെ ഓരോരു ജേംസും വൈറസസൊക്കെ നമ്മുടെ പരിസ്ഥിതിയിലുള്ളത് ഇത് കട്ട് ചെയ്യും. ഇതൊരു നെഗറ്റീവ് അയോണൈസറാണ്. എയറിനെ വൃത്തിയാക്കും എന്നാണ് പറയുന്നത്. അതിന് തെളിവുണ്ടോ ഇല്ലയെന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ. എന്തായാലും വളരെ സന്തോഷമുണ്ട് താങ്കളുടെ വിലയേറിയ സമയത്ത് ഞങ്ങളുമായിട്ട് സഹകരിച്ചതിലും.